എനിക്കറിയാം നിങ്ങൾക്ക് അസൂയാണ്. എത്തിക്കാത്തൊരു സംഭവം ഞാൻ കാണിച്ചത്. എങ്ങനെ പേര് 70 പെൺകുട്ടികളെ കെട്ടിച്ചു. 70 പെൺകുട്ടികളെ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, സുഖമില്ല, അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല. ഇന്നും നല്ല ചുമയുണ്ടായിരുന്നു, ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ പെട്ടെന്ന് ചെയ്യുകയാണ്. ഇവിടെ നൂറ ഹബീബ് ഹാമിദ് ആറ്റക്കോയ പറയുന്നത് നിങ്ങൾക്കൊക്കെ അസൂയാണ് എന്നാണ് പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞത് 70 പെൺകുട്ടികളെ കെട്ടിച്ചു എന്നും പറയുന്നുണ്ട്. അസൂയ എന്തിൻ്റെ പേരിലാണ് അസൂയ എന്നുള്ളത് മനസ്സിലായിട്ടില്ല. എന്തായാലും ഹാമിദിനോട് പറയാനുള്ളത്, ദീനിൻ്റെ പേരിൽ തട്ടിപ്പും തരികിടയും നടത്തുമ്പോൾ അത് തുറന്നു കാണിക്കുന്നത് അസൂയയാണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കിയതെങ്കിൽ അങ്ങനെ അങ്ങ് കൂട്ടിക്കോ എന്നാണ് പറയാനുള്ളത്. പിന്നെ 70 പെൺകുട്ടികളെ കെട്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു കണക്കുണ്ടല്ലോ, 70 പെൺകുട്ടികളെ താങ്കൾ തെണ്ടിച്ചുണ്ടാക്കി കെട്ടിച്ചതാണോ? അതോ സാധുക്കളായ പ്രവാസികളായ പാവപ്പെട്ട സ്ത്രീകളോട് എത്തീമക്കളെ കെട്ടിക്കാനുണ്ട്, എത്തീമക്കളെ കെട്ടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിരിവെടുത്തിട്ടാണോ അത് നടത്തിയത്? അത് താങ്കളൊന്ന് പറയേണ്ടതുണ്ട്. 70 പെൺകുട്ടികളെ കെട്ടിച്ചു എന്ന് പറഞ്ഞു, അതിന് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നോ? ആ കമ്മിറ്റിയോട് ഈ 70 പെൺകുട്ടികളെ കെട്ടിച്ചതിലേക്ക് വന്ന വരവെത്ര, ചെലവെത്ര, ബാലൻസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്ക് കോടികളുടെ കണക്കൊക്കെ പറഞ്ഞിരുന്നു. ആ കോടികളൊക്കെ എവിടെയാണ് എന്നുള്ളത് ഏതായാലും നമ്മളോട് പറയേണ്ട, നമുക്കതിൻ്റെ കാര്യമൊന്നുമില്ല. താൻ പറയുന്നത് അസൂയാണ് എന്നാണല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റു ചില കാര്യങ്ങളാണ് ഇന്നിവിടെ കാണിക്കാനുള്ളത്. ഒരു ആളും മനുഷ്യനൊന്നും ഇല്ലാത്തൊരു പ്രദേശം കാണിച്ചുകൊണ്ട് ഇത് വാങ്ങിയിട്ടുണ്ട്, ഇതിനൊക്കെ നിങ്ങൾ പൈസ തന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് ചോദിക്കാനുണ്ടായ കാര്യം, ആർത്തവ പണമരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് പണം വന്നിരുന്നു, അത് അയാൾ എടുത്തു എന്നുള്ളത് പല ആളുകളും ആക്ഷേപിച്ചപ്പോഴാണ്. സത്യത്തിൽ അതല്ല വിഷയം. അത് ഇവരെല്ലാം കൂടി അതൊരു വാർത്തയാക്കിയതാണ്. ഒരു പെണ്ണിനെ ചികിത്സയുടെ പേരിൽ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു അവിടുത്തെ യഥാർത്ഥ ചർച്ച. അത് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആർത്തവ പണമരം കൊണ്ടുവന്നത് എന്നുള്ളതാണ്. എന്തായാലും വിഷയത്തിലേക്ക് പോകാം. അത് നിങ്ങൾ കണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങളെ ആ കൊടിമരത്തിന്റെ ചോട്ടിൽ കുറച്ച് ചില്ലറ പൈസ കണ്ടിട്ട് നിങ്ങൾക്ക് ഹാലിളകിയില്ലേ? 10ന്റെ 5ന്റെ നോട്ട് കണ്ടിട്ട്. 10ന്റെ 5ന്റെയും നോട്ടുകളല്ല, 50ന്റെയും 20ന്റെയും 100ന്റെയും 500ന്റെയും ഒക്കെ നോട്ടുകൾ അതിലുണ്ടായിരുന്നു. ആ തള്ളൊന്നും തള്ളണ്ടെന്ന് എല്ലാവരും കണ്ടതാണ്. ബാക്കി പറയാം. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരും. പ്രവാസികള് വിയർപ്പ് പറ്റിച്ചിട്ടുണ്ടാക്കിയ കായ് കൊടിമറ്റം അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പ്രവാസികളുടെ അവര് മണലാരണ്യത്തിൽ നയിച്ചുണ്ടാക്കിയ പൈസ തന്നെയാണ് താങ്കൾ ആർഭാട ജീവിതത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഈ പറയുന്നവർക്കൊന്നുമില്ല, താങ്കൾക്കുണ്ടാവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും വേഗം പറയും. അങ്ങനെ തന്നെ പറഞ്ഞല്ലേ? എന്നാൽ പ്രവാസികൾ വേർപ്പ് ഒറ്റിക്കാത്തൊരു സംഭവം ഞാൻ കാണിച്ചത്. പ്രവാസികളുടെ വേർപ്പില്ലാത്ത സംഭവമാണ് മൂപ്പരിന് കാണിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിക്കാം. പ്രവാസികളുടെ വേർപ്പ് അതിലുണ്ടോ ഇല്ലേ എന്നുള്ളത് ഹാമിദ് പറയട്ടെ. കാണിക്കേ, വേഗം കാണിക്കേ. ഇപ്പൊ നമ്മള് നടന്നു വരുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത് 3-3.5 ഏക്കർ സ്ഥലമാണിത്. നമ്മൾ നടന്നു കഴിയുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ 3-3.5 ഏക്കർ സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കാൻ പോകുന്ന കാട് പിടിച്ചൊരു സ്ഥലം. ഇവിടേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ക്യാമറാമാനെയും തൂക്കിക്കൊണ്ട് അങ്ങോട്ട് പോയത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ പണമരം, ആർത്തവ പണമരം വിഷയമായപ്പോഴാണ്. അൻസാരി സൂരി, ആലപ്പുഴയെ പോലെയുള്ള മറ്റു പല മുസ്ലിയാക്കന്മാരൊക്കെ അത് ചോദ്യം ചെയ്തപ്പോഴാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു സ്ത്രീയെ മർദ്ദിച്ചിരുന്നു ചികിത്സയുടെ പേരിൽ. ഒരു വയറുവേദനയ്ക്ക്, ഒരു തലവേദനയ്ക്ക്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു ഉലുമൻ്റെ കേസ് എന്നൊക്കെ പറയുമല്ലോ അല്ലേ? കുറച്ച് ഉപ്പിട്ട കഞ്ഞിവെള്ളം പണ്ട് കുടിച്ചാൽ മാറുന്ന ഉലുമൻ്റെ കേസ്, അതിന് പോലും മരുന്ന് പറഞ്ഞു കൊടുക്കുവാൻ അറിയാത്ത ഹാമിദിൻ്റെ അടുത്ത് മാനസിക രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് കൊണ്ടുപോയ സ്ത്രീകളെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. ആ വീഡിയോ നമ്മൾ 2 തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മർദ്ദിക്കുന്ന ഭാഗമൊന്നും നമുക്കും കിട്ടിയില്ല. ആ സ്ത്രീയുടെ മർദ്ദനമേറ്റുള്ള നിലവിളിയാണ് നമ്മൾ കേട്ടത്, പുറത്ത് കേൾപ്പിച്ചതും. അപ്പം അത് മറക്കാൻ വേണ്ടിയാണ് ആർത്തവ പണമരം കൊണ്ടുവന്നത്. അതിനുശേഷം അത് ചില ആളുകൾ വിവാദമാക്കിയപ്പോൾ, മറുനാടൻ സാജൻസ്കറിയ പോലും അത് വിവാദമാക്കിയപ്പോൾ, അതുപോലെ തന്നെ യദുകൃഷ്ണയൊക്കെ അതെടുത്തുകൊണ്ട് നന്നായിട്ട് വീഡിയോ ചെയ്തപ്പോൾ അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ 3.5 ഏക്കർ. കണ്ടോക്കാണ് നിങ്ങൾ ഈ 3.5 ഏക്കർ. എന്നിട്ട് പറയുന്നത് ഇതിൽ പ്രവാസിയുടെ വേർപ്പില്ല എന്നാ.
താൻ ഉപയോഗിക്കുന്ന ഓരോ ആഡംബര വസ്തുവിലും താൻ കഴിക്കുന്ന ഭക്ഷണത്തിലും പ്രവാസിയുടെ വിയർപ്പുണ്ട്, മനസ്സിലാക്കുക. ഒന്ന് ഇത് ഇവിടുന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ കാട് ഇതിപ്പോ നമ്മൾ ഇഷ്ടമല്ല. ഇവിടുന്ന് കാട് പിടിച്ച് കിടക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കാട് പിടിച്ച് കിടക്കുക തന്നെയാണ്. ഇപ്പൊ അവിടെ കാടല്ലാണ്ട് മൈതാനമായിട്ട് കിടക്കൊന്നുമല്ല, കാട് തന്നെയാണ്. പറഞ്ഞോ, വേഗം പറഞ്ഞോ, സമയമല്ല. ഇതാണ് റോഡ്. ഇവിടുന്ന് ഇത് 3 ഏക്കർ സ്ഥലമാണ്. ഇത് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതേ പാവപ്പെട്ട എത്തിയ മക്കൾക്കും വിധവകൾക്കും പാവങ്ങൾക്കും വാങ്ങിയ സ്ഥലമാണ്. എന്നിട്ട് കൊടുത്തോ? പാവപ്പെട്ട എത്തി മക്കൾക്കും വിധവകൾക്കും വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുത്തോ ഇല്ലയോ? പറയട്ടെ. ഇത് ഇത്രയൊന്നും നടത്തേണ്ട ആവശ്യമില്ല. വണ്ടി പോകുന്ന സ്ഥലമാണ്, ആ സ്ഥലത്തേക്ക് വണ്ടി എത്തുമായിരുന്നു. ഇത് വെറുതെ ഈ വിവാദം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തരികിടയായിരുന്നു. ആ തരികിടയൊന്നും ഞങ്ങൾ വകവെച്ച് തരൂല എന്നുള്ളതാണ് പറയാനുള്ളത്. കാണിക്കേ. കുടുംബത്തിന്റെ അതല്ലേ പ്രശ്നം. അതാണ് കാര്യം. കൊടിമരല്ല നിങ്ങളെ പ്രശ്നം. ഞാനിവിടെ 3.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കഥ നമ്മൾ പിന്നിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണും. കണ്ടു. 14 സെന്റ് സ്ഥലമാണിത്. അതിപ്പോ ഒരൊറ്റ ഫ്ലോട്ടാണ്. 3.5 ഏക്കർ സ്ഥലമായിട്ട് കിടക്കുകയാണ്. 14 സെന്റ് ആക്കിയിട്ടില്ല. ആക്കിയിട്ട് പറ. 14 സെന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിൽ വഴി വിടണം, റോഡ് വെട്ടണം. അതൊന്നും ചെയ്തിട്ടില്ല. അജാതി വർത്താനൊന്നും വേണ്ട. അതൊറ്റ ഫ്ലോട്ടാ. പറ. ഇപ്പൊ ഇവിടെ 1 സെന്റ് സ്ഥലം വിൽക്കാണ് 1 ലക്ഷം. ഇപ്പൊ അവിടെ 1 സെന്റ് സ്ഥലം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം ആണെന്നാ പറഞ്ഞത്. അപ്പൊ നേരത്തെ എത്ര ആയിരുന്നു എന്നുള്ളത് ഹാമിദ് പറയട്ടെ. ഓക്കെ, മനസ്സിലായല്ലേ? ഇത് പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല. അതാണ് കാര്യം. അതിങ്ങനെ വാങ്ങിയിട്ടിക്കാണ്, അതിന്റെ പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല. അപ്പൊ എഗ്രിമെന്റിലാണ് കാര്യം ഓടുന്നത് എന്നുള്ളതാണ്. ആ പൈസ ഫുള്ള് കൊടുക്കാത്തത് എന്താണ്, കൊടുത്തിട്ടില്ലാത്തത് എന്താണ് എന്നൊക്കെ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പകുതി കൊടുത്തിട്ടുള്ളൂ, കായില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ പണമരത്തിന്റെ ചോട്ടിൽ വരുന്ന പൈസയും അതുപോലെ തന്നെ ഈ എത്തിമക്കളെ കെട്ടിക്കാന് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണത്തിന് ഉണ്ടാക്കിയ പൈസയുടെ ബാക്കിയൊക്കെ എന്താ ചെയ്ത് അല്ലേ? ഇപ്പോൾ അലൈനിൽ പോയിട്ട് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് വൈകിട്ട് പോയി അവിടെ കാലത്ത് പോയി ഒരു ഒപ്പിട്ടിട്ട് വൈകിട്ട് തന്നെ 24 മണിക്കൂറിനുള്ളിൽ അലൈനിൽ നിന്ന് തിരിച്ച് കേരളത്തിലെത്തിയ ആളല്ലേ അല്ലേ? ഇത് പാവപ്പെട്ട എത്തിമക്കൾക്കും വാങ്ങിയത്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇത് എത്ര രൂപയാണ്? ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ആ ഒരു ചെറിയ 1-2 കാര്യങ്ങളും കൂടി കിട്ടാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്താണ്. എന്തായാലും കാണിച്ചു തന്നത് നന്നായി, സന്തോഷം, നന്ദിയുണ്ട്. നിങ്ങള് എന്റെ നന്മകൾ കാണുന്നില്ല, തിന്മകൾ മാത്രമേ കാണുന്നുള്ളൂ. നന്മകൾ ഉണ്ടെങ്കിൽ അത് കാണുമായിരുന്നു, അത് പറയുമായിരുന്നു. ഒരു നന്മ താങ്കൾക്ക് പറയാനുണ്ടോ മഹാനുഭാവ? ഉണ്ടെങ്കിൽ അത് പറയൂ. ആ നന്മ നമ്മള് അത് മാത്രമാക്കിക്കൊണ്ട് ഫലായിൽ എന്ന് പറഞ്ഞിട്ട് പച്ചനുണ പറയലല്ല. ഒരു നന്മ പറയാണ്ടിച്ച പറഞ്ഞോ, അത് വീഡിയോ ആക്കാം. ഇല്ലെങ്കിൽ ഇതൊക്കെ വീഡിയോ ആവും. ഇത് നോക്കി, ഈ ഏറ്റവും സ്ഥലം മോനെ, ഇത് 3.5 ഏക്കറാണ്. ഈ 3.5 ഏക്കറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരമൊന്നുമില്ല. 3.5 ഏക്കർ എത്ര ഉള്ളെന്നുള്ളപ്പോ എല്ലാവർക്കും അറിയാലോ അല്ലേ? ആയിക്കോട്ടെ. എന്നിട്ട് മനസ്സിലായില്ലേ? ഇത് വലിയ സ്ഥലമാണിത്. ഇത് കാട് മൂടിക്കാണ്. ഈ വീടിന്റെ ബാക്കിലൊക്കെ ഈ കാട് മൂടിയൊക്കെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് നമ്മൾ റെഡിയാക്കും. ശരി കേട്ടോ. ഏട്ടാ അവിടെ 2-3 ദിവസം കൊണ്ട് റെഡിയാക്കുന്ന പറഞ്ഞ് മൂപ്പരെന്താ പറഞ്ഞത്? 14 സെന്റ് സ്ഥലമാണെന്ന് പറഞ്ഞ്. അത് 14 ഒറ്റ ഫ്ലോട്ടാണ്. അത് ശരിയാക്കുന്ന പറഞ്ഞ്. ശരിയാക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാ സ്ഥലവും കൂടി 3.5 ഏക്കറയും കൂടി 14 സെന്റ് കിട്ടൂല. അതിലേക്ക് വഴി വേണം. അല്ലെങ്കിൽ പിന്നെ റോപ്പ് വേ ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഹെലികോപ്റ്റർ വാങ്ങിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും തൽക്കാലം നടക്കാത്തതുകൊണ്ട് അതിൽ വഴിയൊക്കെ വിടും. വഴി വിട്ടതിന് ശേഷം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഈ നല്ല കാര്യത്തിനൊപ്പം കേരളം കണ്ട ഏറ്റവും വലിയൊരു ചതിയുടെ കഥയും പറയാനുണ്ട്. അത് നമുക്ക് പറയാം. പിന്നെ 70 പെൺകുട്ടികളെ കെട്ടിച്ചു. ഈ 70 പെൺകുട്ടികളെ കെട്ടിച്ചിങ്ങനെ ഇങ്ങനെ തെണ്ടിച്ചുണ്ടാക്കിയിട്ട് കെട്ടിച്ചോന്നല്ലോ. നാട്ടുകാരെയൊക്കെ പിരിവെടുത്തിട്ടല്ലേ? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കെട്ടിക്കാനല്ല പാട്, ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനാണ് പാട്. ഇന്ന് പെണ്ണ് കിട്ടാനല്ല. പെൺകുട്ടികളൊക്കെ ഓൾറെഡി ഇപ്പോൾ ഈ പ്രായത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾ ആ ഒരു വിഷയത്തിലേക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കുറെ പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പെൺകുട്ടികളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെ കെട്ടിപ്പോണ്ടേ. അതിനിപ്പോൾ അത്ര വലിയൊരു ചെലവൊന്നും ഞങ്ങളെ നാട്ടിലില്ല. ഈ സ്ത്രീധനം പോലെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. അതൊക്കെ പണ്ടായിരുന്നു. അത് പോട്ടെ, പറ. 70 പെൺകുട്ടികളെ അത് നിങ്ങൾ കണ്ടോ? അത് കണ്ടിരുന്നേ. ഈ 70 പെൺകുട്ടികളെ കെട്ടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികളെ കെട്ടിച്ച ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന
ഒരു യത്തീംഖാന നടത്തുന്ന ആളാണ് അദ്ദേഹം. നിരവധി പെൺകുട്ടികളെ കെട്ടിച്ച ആളാണ് അദ്ദേഹം. ഇതിങ്ങനെ പാട്ടുപാടി നടക്കാറില്ല. അദ്ദേഹം ഇപ്പോഴും പെൺകുട്ടികളെ കെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വളരുന്ന കുട്ടികളെ അദ്ദേഹം തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് നിക്കാഹ് ചൊല്ലി കൊടുക്കുകയും ഇവിടെ ഈ നാടറിഞ്ഞുകൊണ്ട് തന്നെ വലിയ വലിയ കല്യാണങ്ങളാണ് നടത്താറുള്ളത്. 2, 3, 4 കുട്ടികളെയൊക്കെ കല്യാണങ്ങൾ നടക്കാറുണ്ട്. അതിപ്പോൾ അത്ര വലിയ ലോകത്ത് നടക്കാത്ത കേസൊന്നുമല്ല. അദ്ദേഹം ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്കറിയുന്ന ആളുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലും അദ്ദേഹത്തെ കാണുകയുണ്ടായി. അപ്പൊ അതൊന്നും ഇപ്പൊ അത്ര വലിയൊരു സംഭവമല്ല. ആറ്റക്കോയെ ഇപ്പോൾ നാട്ടിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുവാനായിട്ട്. ഇന്ന് പെൺകുട്ടികളെ കിട്ടാല്ല. ഇന്ന് ആൺകുട്ടികൾ പെണ്ണെറിഞ്ഞുകൊണ്ടേ നടക്കുകയാണ്. പെൺകുട്ടികൾ കുറവാണ്. പണ്ട് ചെങ്കിൽ ആരാണല്ലോ അങ്ങോട്ട് കല്യാണ ചെലവ് കൊടുത്ത് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതൊന്നല്ല ഇവിടുത്തെ കാര്യം. നിങ്ങൾ കാര്യത്തേക്ക് വരും. നിങ്ങൾ കണ്ട എന്താ കൊടിമരത്തിന്റെ ചോട്ടില് കിട്ടിയ 10-20 നോട്ട്, പിന്നെയും 10-20 വരുന്നത്. അതിൽ 10-20 മാത്രമല്ല, 50, 100, 500 ഒക്കെ ഉണ്ട്. അത് വാരി കൂട്ടിയത് താങ്കളുടെ പണിക്കാരും താങ്കളും തന്നെയാണ്. അത് എന്നിട്ട് ആർഭാട ജീവിതത്തിന് താങ്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്ഥലം വാങ്ങാനൊന്നുമല്ല. ഇപ്പോൾ ആർത്തവപ്പണമരത്തിന്റെ ഈ ആർത്തവപ്പണമരം എന്ന് പറയുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ മുൻപുള്ള വീഡിയോയിൽ പോയി നോക്കിയാൽ ആർത്തവമുള്ള പെണ്ണുങ്ങൾ തൊട്ട കാക്കത്തൂറിയ ഒരു കൊടിമരം എന്ന് പറയുന്ന ഒരു പണമരമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. അപ്പൊ ആറ്റക്കോയെ 70 കുട്ടികളെ കെട്ടിക്ക് എത്ര ഉറുപ്പ്യാണ്? എന്നിട്ട് ആ ഉറുപ്പ്യ എവിടുന്ന് ഉണ്ടാക്കിയതാ? തെണ്ടിച്ചുണ്ടാക്കിയതാ അതോ പീരിച്ചുണ്ടാക്കിയതോ? എന്താവട്ടെ. 17 എത്തിമക്കൾക്ക് വീട് വെച്ചു കൊടുത്തു. 17 എത്തിമക്കൾക്കോ ഇനി 18 എത്തിമക്കൾക്കോ 100 എത്തിമക്കൾക്കോ വീട് വെച്ച് കൊടുത്തു എന്നുള്ളതല്ല. ഈ വീട് വെച്ച് കൊടുത്തത് ആളുകളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ട് തന്നെയല്ലേ. അത് താങ്കളുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ അങ്ങോട്ട് വാരി വലിച്ചു വെക്കണ്ട. അതിന് കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. താങ്കൾ കാര്യത്തിലേക്ക് വരൂ. അതിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബർമാരെന്തിലിട്ടോ? പിന്നെ അതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇട്ടിട്ടില്ല. ഒരുപാട് എത്തി മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട്. മാസങ്ങളോളം പാവങ്ങൾക്ക് കായ് കൊടുക്കേണ്ടത്. ഇതൊക്കെ എന്തിനാണ്? നാട്ടുകാരൊക്കെ പിരിവിന് വേണ്ടിയിട്ടല്ലേ? അല്ലേ? അല്ലാതെ എത്തി മക്കളോടുള്ള സ്നേഹം മൂത്തിട്ടൊന്നും അല്ലല്ലോ. അല്ല എന്നുള്ളത് തന്നെയാണ്. അത് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് എന്താ കണ്ടത്? കൊടിമരത്തിന്റെ ചുവട്ടില് വെച്ച് എനിക്കറിയാം നിങ്ങൾക്ക് അസൂയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് അസൂയാണ്. പിന്നെ ഒരു എനിക്കറിയാം നിങ്ങൾക്ക് അസൂയാണ് എന്നാണ് പറയുന്നത്. ഇനി ഈ സ്ഥലത്തിന് ഇയാള് പണം വാങ്ങിയിട്ടില്ല എന്നുകൂടി പറയുന്നൊരു ഭാഗമുണ്ട്. അതുകൂടി നമുക്കൊന്ന് കണ്ടുവരാം. അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് പാവങ്ങൾക്കുള്ള സ്ഥലമാണ്. മനസ്സിലായില്ലേ? ആ കൊടിമരത്തിന്റെ മുകളില് എത്ര കണ്ടപ്പോഴല്ല നിങ്ങൾക്ക് കുരുവെട്ടി. ഇത് നിങ്ങൾ ആലോചിച്ചിട്ടാണ്. ഇതെന്തെങ്കിലും മറുപടി നിങ്ങൾ പറയണം. അത് സന്തോഷമാണ് കേട്ടോ. ആഹാരത്തും പോയി പിരിച്ചിട്ടില്ല. കൊടിമരത്തിന് തൊട്ട് കിട്ടിയ പൈസയല്ല കേട്ടോ. ആഹാരത്തും പോയി പിരിച്ചിട്ടില്ല. കൊടിമരത്തിന് തൊട്ട് കിട്ടിയ പൈസയല്ല കേട്ടോ. കൊടിമരത്തിന് ആകെ 10 ദിവസം 20 ദിവസമായിട്ടുള്ളൂ അങ്ങനെ ആക്കിയിട്ട്. ഞാൻ അവിടെ പൈസ ഇടാനും പറഞ്ഞിട്ടില്ല. എനിക്കതിന് ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ്. കണ്ടല്ലോ, ഈ സ്ഥലത്തിന് ഇദ്ദേഹം ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പണിയെടുത്തിട്ട് എവിടുന്ന് കിട്ടിയ പൈസയും കൊണ്ട് അത് വാങ്ങിയിട്ടുള്ളത്? അത് നമുക്ക് മറ്റൊരു വീഡിയോയിലാണ് സഹോദരന്മാരെ കാണുവാനുള്ളത്. അപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഇത് വെറും തരികിടയല്ല, ഭൂലോക തരികിടയാണ്. കേട്ടോളി. അപ്പോ നാളെ ഇൻഷാ അല്ലാഹ് ജനസാഗരമായിരിക്കും. പിന്നെ കുറെ കൈ പിടിക്കുക, ഭക്ഷണം കൈ പിടിച്ചു. നാളെ അതിലാണ് എല്ലാവരും വെള്ളം, ഭക്ഷണം കൈ പിടിക്കുക. പിന്നെ നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ സ്ഥലം വാങ്ങേണ്ട കാര്യങ്ങൾ പറയണ്ട്. ഇല്ല കഴിയുന്നവരൊക്കെ ഒരു 10 മാസം കൊണ്ട് തന്നാൽ മതി. നിങ്ങളെല്ലാവരും ആണ്. ഒരു പകുതി ആള്, അതിനൊരു കാൽഭാഗാള് ഒരു 6666 തന്നാൽ. ഈ കാൽഭാഗം ആള് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളല്ല. അതിന് വേറെ ഭാഗത്ത് പറയുന്നുണ്ട്. ഈ ലൈവ് കാണുന്ന, ലക്ഷങ്ങളിൽ ലൈവ് കാണുന്ന, അതിൽ കാൽഭാഗം ആളുന്ന, ആ ലക്ഷങ്ങൾ കാണുന്നുണ്ട്, അതിൽ കാൽഭാഗം ആള് 6666 കൊടുത്താൽ എത്ര കോടി ഉറുപ്പ്യായി? ആ സ്ഥലം ആരുടെ കയ്യിൽ നിന്നും ഒന്നും സ്വീകരിക്കാതെ വാങ്ങി എന്നാണ് ആറ്റക്കോയ പറയുന്നത്. എന്നാൽ ആറ്റക്കോയ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട്, ഇതിപ്പോ പുതിയ വീഡിയോ ആണ്, എന്നാൽ പഴയ വീഡിയോയിലും ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിന് സലാത്തല്ലാൻ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങിയത്. പിന്നീട് ഈ പ്രശ്നമായപ്പോൾ ഇപ്പൊ ഇത് സാധുക്കൾക്ക് വിതരണം ചെയ്യാനാണെന്നാ പറഞ്ഞത്. ആരും ചോദിക്കാനും പറയാനില്ലല്ലോ, ആളും നാഥനുമില്ലല്ലോ, എന്തും പറയാലോ.
അപ്പോൾ പ്രിയമുള്ളവരെ, ഇതിന് പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ ആറ്റക്കോയ പണം ചോദിക്കുക മാത്രമല്ല, ഈ വീഡിയോയുടെ ചോട്ടിൽ ഗൂഗിൾ പേ നമ്പറൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത്. ബാക്കി പറയട്ടെ. നമ്മളെ പ്രയാസത്തിൽ അതല്ലെങ്കിൽ ഇൻഷാല്ല ഞങ്ങൾ പറഞ്ഞ വളരെ കൈ തന്നെ പോലെ നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് സ്ഥലം പോയാൽ പോയി. അതുകൊണ്ട് ഒരു അത് കഴിയില്ലെങ്കിൽ 3333 ഉണ്ട്. അപ്പോൾ 6666 തികയില്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു 3333. ഇനി വല്ല ഓഫറും ഉണ്ടോ തങ്ങളെ? എല്ലാവരും ഈ കാലത്തിൽ 30 നമ്മള് മൊത്തം 1 ലക്ഷം, പക്ഷെ നമ്മൾ ലൈവിൽ ആവറേജ് 42,000 ആളുകളുണ്ട്. 10,000 ആൾക്കാർ തന്നാൽ അപ്പൊ കണക്ക് കേട്ടോ നിങ്ങള്. എന്താ പറഞ്ഞത്? ഇവിടെ ലൈവ് കാണുന്നത് 42,000 ആളുള്ളൂ. ഈ 42,000 ആളില് 10,000 ആള് 6666 വെച്ച് തന്നാൽ മതി. അപ്പൊ എത്ര റുപ്യായി? 6,66,66,666. അങ്ങനെ ഒരു കണക്കാ വരുന്നത്. 6,66,00,000 എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. ഇന്ന് എവിടെയാണ് തങ്ങൾ എത്രയും വില 3.5 ഏക്കറിനുള്ളത്? ഉണ്ടോ? ടൗണിലൊന്നും അല്ലല്ലോ, ഒരു കാട്ടിലല്ലേ. ഇനി കാട്ടിലാണെങ്കിൽ തന്നെ ഈ 6,666 രൂപ 2019 മുതൽ പിരിക്കൽ തുടങ്ങിയതല്ലേ അല്ലേ? ഈ മജ്ലിസ് കൊറോണ സമയത്ത് 2021-ലൊക്കെയാണ് ഇത് തിളങ്ങി വന്നത്. ആ സമയം മുതൽ ഈ പേരും പറഞ്ഞിട്ട് പിരിക്കണില്ലേ? ഈ പണമൊക്കെ എവിടെ? ഈ കൊടിമരത്തിന്റെ ചോട്ടിൽ 5-10 എന്ന് പറഞ്ഞല്ലോ, ആ ഒരു കൊട്ട പൈസ ഒന്നും അല്ല, ഒരു ചാക്ക് പൈസ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇതല്ലാണ്ട് തന്നെ പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി കേൾക്കാം നമുക്ക്. ആരുടെ പ്രയാസം തീരും? മൂപ്പരെ പ്രയാസം തീരും. അല്ലാണ്ട് നിങ്ങളെ പ്രയാസം തീരില്ല. നിങ്ങൾ 6,666 പോയി കിട്ടും. എന്നിട്ട് പിന്നെ പറയാനുള്ളത് എല്ലാവരും നാളെ നിങ്ങളെ മുന്നിൽ കൂടെ നമ്മളിങ്ങനെ വിളിച്ചു പറയുന്നില്ല. 10,000 തരാളുകൾ എണീറ്റിട്ട് സ്വർണം തരാളുകൾ എണീറ്റിട്ട് അതൊന്നുമില്ല. അതൊന്നുമില്ല. കാരണം എന്താ? കുട്ടികളെ കല്യാണത്തിന് എല്ലാവർക്കും സ്വർണം വാങ്ങിയിട്ടുണ്ട്. കുട്ടികളെ കല്യാണം എന്നും പറഞ്ഞുകൊണ്ട്, എത്തിമക്കളെ കല്യാണം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയൊക്കെ 10,000 25,000 വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്തിമക്കൾക്ക് പെര വെച്ച് കൊടുക്കാന്നും പറഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഒരു 6,666 ചെങ്ങൾ ഇങ്ങനെ 10,000 ആള് ഒരു 6,6.5 കോടി ഉറുപ്പ്യ അങ്ങോട്ട് തരി. എന്തിന്? സ്ഥലം വാങ്ങാന്. എന്തിനാ സ്ഥലം? അത് നമ്മൾ പിന്നെ തീരുമാനിക്കാന്ന്. കേട്ടോണി, നിങ്ങൾ കേട്ടോക്കി. അഡ്മിന്മാരെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. എന്റെ ഗ്രൂപ്പിന്റെ അഡ്മിന്മാർ ഭാഗ്യം നൽകണമുള്ള ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. എന്നോട് പറയാറ് ഞങ്ങൾ പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട്. കുറെ താത്താമാരുണ്ട്. പിന്നെ സീറ്റുമായിട്ട് വരും. 10 മാസം കൊണ്ട് തന്നാ മതി. അപ്പൊ ഒരു മാസം ഒരു 600 റുപ്യ ഉണ്ടെങ്കിൽ ഐഡിയ ഒക്കെ മൂപ്പരത്ത് ഭയങ്കര വലിയ ഐഡിയ ആണ്. വലിയ വലിയ സ്വപ്നങ്ങളാണ്. ഇതുപോലത്തെ പരിപാടിയാണെന്ന് മാത്രം. നിങ്ങൾ 10 മാസം കൊണ്ട് 600 റുപ്യ വെച്ച് തന്നാൽ മതി. ഒരു 660 വെച്ചിട്ടാക്കിയാലോ അല്ലേ? എന്നാൽ എളുപ്പമുണ്ടാവും. അപ്പോൾ അതൊക്കെ മൂപ്പരെടുത്ത് മൂപ്പര അതിനുള്ള ഐഡിയകളൊക്കെ തരികിടയൊക്കെ മൂപ്പരെടുത്തുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നാളെ സ്വർഗ്ഗത്തിന് കേട്ടു. എന്ത്? മൂപ്പർക്ക് 6,666 റുപ്യ എടുത്താൽ അല്ല സ്വർഗം കൊടുക്കുന്ന പറയണത്. അല്ല ഈ മൂപ്പരും തമ്മിലല്ലേ ഇപ്പോൾ കരാറ് വെച്ചിരിക്കണത്? മൂപ്പർക്ക് പൈസ കൊടുക്കുക, മൂപ്പര് പറഞ്ഞ അല്ല ഇങ്ങനെ സ്വർഗം കൊടുക്കുക. ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇതന്നെ ധാരാളമായിരുന്നു. അല്ലാഹു അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി തങ്ങളെ കൂടെ നബിയെ വരുന്ന ആരാറിയോ? അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരില് സ്വലാത്ത് ചെല്ലാൻ സ്ഥലമല്ല എന്ന് പറഞ്ഞപ്പോ അത് കൊടുത്തോളൂ. ഇപ്പോ ആ സ്ഥലം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് അല്ല സ്ഥലം. സലാത്ത് അല്ലാതെ എന്തിനാ ചെങ്ങായി സ്ഥലം? എന്തിനാറ്റക്കോയെ സലാത്ത് ചെല്ലാ സ്ഥലം? നമ്മളൊക്കെ ബുദ്ധി വെച്ച കാലം മുതൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രത്യേക സ്ഥലമൊന്നും വേണ്ട. അതിന് കോടികൾ മുടക്കിക്കൊണ്ട്, ആളുകളുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിവെടുത്തുകൊണ്ട്, കോടികൾ മുടക്കിക്കൊണ്ട് സ്ഥലം വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഉറുപ്പ്യ ചെലവില്ല സലാത്ത് ചെല്ലാനെ. നിങ്ങളെപ്പോലെയുള്ള ഈ തട്ടിപ്പുകാർക്കാണല്ലോ കോടികളുടെ സ്ഥലമൊക്കെ വേണ്ടത്. പറയട്ടെ, സ്ഥലം കൊടുന്ന ആളാണ് വരുന്നത്. അങ്ങനെ പറയാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. അതുകൊണ്ട്
അതുകൊണ്ട് എന്താ പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഒക്കെ പറയത്തര റസൂലുള്ളാഹിക്ക് സലാത്ത് എല്ലാം വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിയ ആളാണ് ആ വരുന്നതെന്ന്. വല്ലാത്ത ജാതി തള്ളായി പോയി. നാളെ എല്ലാവരും പ്ലീസ് മൈ റിക്വസ്റ്റ്, അയ്വ പ്ലീസ് മൈ റിക്വസ്റ്റ്, മൈ എരക്കൽ എന്ന് പറയല്ലേ ഇതിനേക്കാളും നല്ലത്. ഈ സാധുക്കളെയൊക്കെ ഒന്ന് എരക്കല്ലേ, ഈ എരന്നുകൊണ്ടിരിക്കല്ലേ. റസൂലുള്ളാഹിക്ക് സലാത്ത് എല്ലാം വേണ്ടിയിട്ട് സ്ഥലേ. എല്ലാവരും നാളെ തന്നെ കൊണ്ടുവരണ്ട ഇൻഷാ അല്ലാഹ്. എന്തായാലും പ്രിയമുള്ളവരെ, ഇനി കൂടുതൽ കാണിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. ഇത് പൈസ ചോദിച്ചു വാങ്ങി 6666 3333 ഒക്കെ വെച്ച് ചോദിച്ചു വാങ്ങിയ ആളുകളേക്കെന്ന് ആ സ്ഥലത്തിന്റെ ഇരട്ടിക്കരട്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ അതിന്റെ മുഴുവൻ പണം കൊടുത്തിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാ? അത് ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ വാങ്ങാൻ പൈസ അല്ലാണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിന്റെ പേരിൽ ഇങ്ങനെ വാങ്ങാം. ഈ സാധുക്കളേക്കെന്ന്, സാധുക്കൾ എന്ന് പറയാൻ പറ്റൂല, ബുദ്ധി ഇല്ലാത്തവരേക്കെന്ന്. ബുദ്ധി ഉണ്ടിച്ചെങ്കിൽ ഇവർക്കൊന്നും ഇതിങ്ങനെ കൊണ്ടേ കൊടുക്കൂല്ലോ സഹോദരന്മാരെ. അപ്പോൾ ഇത് കാണിക്കാനായിരുന്നു. ഈ ആർത്തവ പണമരവും അതുപോലെ തന്നെ ഒരു മാനസിക രോഗി എന്ന് പറയുന്ന ഒരു സഹോദരിയെ മർദ്ദിച്ചൊരു കഥയും അതൊന്നും അടങ്ങൂല. ഈ 4 സെന്റ് ഇങ്ങനെ കൊടുക്കാൻ എന്താ ലക്ഷം വീട് കോളനി ഉണ്ടാക്കുക ആണോ? അങ്ങനെ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണോ സ്ഥലം വാങ്ങിയത്? ആ സ്ഥലത്തിലേക്ക് ഇതുവരെയും പണം സ്വീകരിച്ചത്, സ്വരൂപിച്ചത് അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ ഉണ്ടാക്കിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടല്ലേ, വാങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ആറ്റക്കോയ തരികിടയാണ്, തരികിടയുടെ ഉസ്താദാണ്, ഇന്റർനാഷണൽ തരികിടയാണ്. മനസ്സിലാക്കുക. ഇതാണ് ആറ്റക്കോയയുടെ അവസ്ഥ എന്ന് പറയാനായിരുന്നു വീഡിയോ. ഇൻഷാ അല്ലാഹ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.